ഹായ് ഡിയർ. നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടൊരു റീഡിംഗ് ആണ്. മുൻപ് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആ ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ ഊർജ്ജത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുമാണ് മനസ്സിലാകുന്നത്. മുൻപ് നിങ്ങൾക്കുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളായിരുന്നിരിക്കണം ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം. അപ്പോൾ നിങ്ങൾക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓക്കെയാണ്. ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു 6 മാസം കാലയളവ്, 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ കുറച്ച് വലിയ പ്രശ്നങ്ങളായിരിക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ. അവിടെ നിങ്ങൾക്ക് ആ ആരോഗ്യസ്ഥിതിയെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്കവിടെ ക്ഷമയും സഹനവും ഒക്കെയും ഉണ്ടാകേണ്ടതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു അസുഖം എന്നുള്ള നിലയ്ക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നില്ല. നിങ്ങളുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ ഒരു രോഗിയാക്കി മാറ്റിയേക്കാം. അത്തരത്തിലായിരിക്കാം നിങ്ങൾക്ക് എന്താ പറയുക, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ തളർന്നു പോയേക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയും നിങ്ങളുടെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. എന്തെന്നാൽ നിങ്ങൾക്ക് മുൻപുണ്ടായ ആ ഒരു സമ്മർദ്ദത്തിൽ നിന്ന്, ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് ഒക്കെയും നിങ്ങൾ പുറത്ത് വന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ ഡിയർ. അതിനേക്കാളും വലിയ പരീക്ഷണങ്ങളായിരിക്കാം ഇനി വരാൻ പോകുന്നത്. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമ ഉണ്ടാവണം. കുറച്ച് സമയം എടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ശ്രമിക്കണം. ചുറ്റിലുമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ തളർന്നു പോവുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആ പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾക്ക് മുൻപ് ഈ ആരോഗ്യ പ്രശ്നത്തെ, മുൻപുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് വന്നാലും അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, അതാണ് നിങ്ങൾക്ക് ആവശ്യം. അത്തരത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്തും മുന്നോട്ട് പോകാനുള്ളൊരു ആർജവം അത് നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഈ ഒരു റീഡിങ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും റെസനേറ്റഡ് ആകണം എന്നില്ല. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ്ലി തിങ്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ വളരെ നല്ലൊരു എനർജിയിലാണെങ്കിൽ ഇനി ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ ഡിയർ. അതുപോലെ നിങ്ങൾക്ക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. ആ റീഡിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലൊരു പ്രഡിക്ഷൻ വരികയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, അത്തരത്തിൽ ഗൈഡൻസസും സൊല്യൂഷൻസും നൽകിക്കൊണ്ട് നമുക്ക് ആ ഒരു റീഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വരാൻ പോകുന്ന ഈ ഒരു റീഡിങ് പ്രകാരം കാണുമ്പോൾ വരാൻ പോകുന്ന സ്ട്രഗിൾസ് അത് അങ്ങനെ എന്താ പറയുക, ഡിസ്റ്റൈൻഡ് ആണ്. ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. എന്നിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ബോൾഡായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെയാണ് സൊല്യൂഷൻസ് സ്വീകരിക്കാൻ സാധിക്കുക, എന്ത് ഗൈഡൻസ് ആണ് ഇവിടെ ഡിവൈൻ നൽകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അത് നമ്മളെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ ഒരു ജൂലൈ മന്തിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് പേയ്മെൻറ്റ്, അതായത് എനർജി എക്സ്ചേഞ്ച് ആയിട്ട് മണി പകുതി അടച്ചാൽ മതിയാവും. ഓക്കെ ഡിയർ. താങ്ക് യു സോ മച്ച്.